സുസ്ഥിര വികസനം ലക്ഷ്യം വെച്ച് തൃത്താല മണ്ഡലത്തിൽ നടപ്പാക്കുന്ന സുസ്ഥിര തൃത്താല പദ്ധതിയിലെ ജലസംരക്ഷണ മാതൃക പാലക്കാട് ജില്ലയിൽ വ്യാപിപ്പിക്കുമെന്ന് തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി എം ബി രാജേഷ് കൂറ്റനാട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജലസംരക്ഷണ മേഖലയിൽ തൃത്താല മണ്ഡലം കൈവരിച്ച നേട്ടത്തിന്റെ അടിസ്ഥാനത്തിലാണ് പദ്ധതി ജില്ലയിൽ വ്യാപിക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു. പദ്ധതിയുടെ ജില്ലാതല പ്രഖ്യാപനം ജൂൺ 5 പാലക്കാട് നടക്കും. ചടങ്ങിൽ മന്ത്രി എം ബി രാജേഷും വൈദ്യുത വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയും പങ്കെടുക്കും. സുസ്ഥിര തൃത്താല മാതൃകയിൽ ജലസംരക്ഷണ പദ്ധതി സംസ്ഥാന അടിസ്ഥാനത്തിൽ വ്യാപിപ്പിക്കുന്നത് ആലോചനയാണെന്നും മന്ത്രി പറഞ്ഞു. പദ്ധതിയുടെ വിജയം സംബന്ധിച്ച് സംസ്ഥാന തലത്തിൽ വിവിധ വകുപ്പ് അധികൃതർക്കും ഉന്നത ഉദ്യോഗസ്ഥർക്കും അവബോധം നൽകുന്ന പരിപാടി തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കും. കില ഉൾപ്പെടെ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ദേശീയ തലത്തിലും പദ്ധതിയെപ്പറ്റി വിശദീകരിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. ജലസംരക്ഷണം ഉറപ്പാക്കുന്നതിനായി ഭൂജല വകുപ്പ് മണ്ഡലത്തിലെ എല്ലാ പൊതുസ്ഥാപനങ്ങളിലും ഫീൽഡ് പഠനം നടത്തി കൃത്രിമ ഭൂജല സംപോഷണം സാധ്യമായ 50 പൊതുസ്ഥാപനങ്ങളിൽ അവ നടപ്പാക്കി. ഇതിലൂടെ പ്രതിവർഷം 11 ലക്ഷം ലിറ്റർ മഴവെള്ളം റീചാർജ് ചെയ്യാനാകും. 8 ഗ്രാമപഞ്ചായത്തുകളിലായി 107 കാർഷിക കുളങ്ങൾ പുതുതായി നിർമ്മിച്ചു. മണ്ഡലത്തിലെ 64 പൊതുകുളങ്ങൾ നവീകരിച്ച് 2,68,93,000 ലിറ്റർ ജലസംഭരണ ശേഷി ഉറപ്പാക്കുന്നതിനും 139 നീർച്ചാലുകൾ നവീകരിച്ച് 117.05 കിലോമീറ്റർ ദൂരം നീരൊഴുക്ക് സുഗമമാക്കുവാനും സാധിച്ചു. 436 പുതിയ കിണറുകൾ നിർമ്മിച്ചു നൽകി. 600 വീടുകളിൽ കിണർ റീചാർജിംഗ് പൂർത്തിയാക്കി. 1,80,000 ലിറ്റർ മഴവെള്ളം സംഭരിക്കുന്നതിന് സൗകര്യമൊരുക്കി. 39 അംഗനവാടികളിൽ കിണർ റീചാർജ് പൂർത്തിയായി. മണ്ഡലത്തിന്റെ 17 മേഖലകളിൽ നേട്ടം കൈവരിക്കാൻ സുസ്ഥിര തൃത്താല പദ്ധതി മുഖേന സാധിച്ചുവെന്ന് മന്ത്രി പറഞ്ഞു. സംസ്ഥാനാടിസ്ഥാനത്തിൽ നടപ്പാക്കുന്നതിനുള്ള സാധ്യതകൾ ആരായുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ജില്ലാടിസ്ഥാനത്തിൽ എന്തായാലും നമ്മൾ നടപ്പാക്കാൻ തീരുമാനിച്ചു. 5-ാം തീയതി ജില്ലാടിസ്ഥാനത്തിൽ ഇതിലൊരു കോമ്പണന്റ് മാത്രം, അതായത് സുസ്ഥിര തൃത്താലയുടെ വാട്ടർ കൺസർവേഷൻ ജലസംരക്ഷണം എന്ന കോമ്പണന്റ് ജില്ലാടിസ്ഥാനത്തിൽ നടപ്പാക്കുന്നതിന് തുടക്കം കുറിക്കും. ജില്ലാ കളക്ടർ തന്നെ ഇത് മനസ്സിലാക്കി, സുസ്ഥിര തൃത്താലയെക്കുറിച്ച് മനസ്സിലാക്കി താല്പര്യം അറിയിക്കുകയാണ് ചെയ്തത്. 5-ാം തീയതി തുടക്കം കുറിക്കും. പാലക്കാട് ജില്ല സുസ്ഥിര തൃത്താല ജില്ലയിൽ മുഴുവൻ വ്യാപിപ്പിക്കും. സംസ്ഥാനാടിസ്ഥാനത്തിലേക്കും വ്യാപിപ്പിക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ 139 നീർച്ചാലുകളാണ് നവീകരിച്ചത്. അതിലൂടെ 117.5 കിലോമീറ്റർ ദൂരം നീരൊഴുക്ക് സുഗമമാക്കാൻ കഴിഞ്ഞു. പച്ചക്കറി 24 ടണ്ണാണ് ഇവിടെ കൃഷി ചെയ്ത് ഹോർട്ടികോർപ്പ് വഴി സംഭരിച്ചത്. കഴിഞ്ഞ വിഷു റംസാൻ കാലയളവിൽ 183 ഏക്കറിൽ പ്രത്യേകമായി വിഷു റംസാൻ കണക്കിലെടുത്ത് സുസ്ഥിര തൃത്താലയുടെ ഭാഗമായിട്ട് കൃഷി ചെയ്തു. അതിൽ ജനങ്ങൾ, ജനകീയ കൂട്ടായ്മകൾ, ക്ലബ്ബുകൾ, വായനശാലകൾ എല്ലാവരും കൃഷി ചെയ്തിട്ട് രാഷ്ട്രീയ പാർട്ടികൾ വരെ കൃഷി ചെയ്യാൻ മുന്നോട്ട് വന്നിട്ടുണ്ട്. അതെല്ലാം സമാഹരിച്ചുകൊണ്ടാണ് വിഷു റംസാൻ കാർഷിക പ്രദർശന വിപണനമേള 3 ദിവസത്തെ നടത്തിയത്. വലിയ വിജയമായിരുന്നു. 7 ടൺ പച്ചക്കറി നമുക്ക് അവിടെ വിൽപ്പന നടത്താൻ കഴിഞ്ഞു. വളരെ കുറഞ്ഞ വിലയ്ക്ക് 70 രൂപ വരെ കണിവെള്ളരിക്ക് വിലയുണ്ടായപ്പോൾ നമ്മൾ 35 രൂപയ്ക്ക് നമ്മുടെ മേളയിൽ കൊടുത്തത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ പച്ചക്കറിയുടെ കാര്യത്തിലും വലിയ പുരോഗതി ഉണ്ടായി. സുസ്ഥിര തൃത്താല 4 വർഷം മുമ്പ് തിരഞ്ഞെടുക്കപ്പെട്ട ഉടൻ ആവിഷ്കരിച്ചൊരു പദ്ധതിയാണ്. തൃത്താലയുടെ പ്രത്യേകതകൾ കാരണം രൂക്ഷമായിട്ടുള്ള കുടിവെള്ളക്ഷാമവും ജലക്ഷാമവും നേരിടുന്ന ഒരു പ്രദേശമാണ് എന്ന് തിരിച്ചറിഞ്ഞും പരമ്പരാഗതമായ കാർഷിക മേഖല ഈ ജലക്ഷാമത്തിൻ്റെയൊക്കെ ഭാഗമായി തളർന്നു കിടക്കുകയാണ് എന്ന് മനസ്സിലാക്കിയുമാണ് സുസ്ഥിര തൃത്താല ആവിഷ്കരിച്ചത്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ സുസ്ഥിര വികസനം എന്ന ആശയത്തെ മുൻനിർത്തിയാണ് ആ പദ്ധതി ആവിഷ്കരിച്ചത്. അതിൽ ജലസംരക്ഷണം, അതുപോലെ കൃഷി പ്രോത്സാഹിപ്പിക്കുക, മണ്ണ് സംരക്ഷണം, ഇത് 3 അതിൻ്റെ പ്രധാനപ്പെട്ട 3 സ്തംഭങ്ങളായിരുന്നു. അതുപോലെ തന്നെ ശുചിത്വം, വിദ്യാഭ്യാസം, ആരോഗ്യം, ഇതും അതിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. 11 ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതികൾ ബജറ്റിലൂടെയും മറ്റുമൊക്കെ കഴിഞ്ഞ 4 കൊല്ലം കൊണ്ട് നടപ്പാക്കി. പുതുതായിട്ട് വെള്ളിയങ്കല്ല്, കൂടല്ലൂര് തുടങ്ങിയിട്ടുള്ള 11 ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതികളാണ്, വലുതും ചെറുതുമായിട്ട്. അതിൽ 1410 ഹെക്ടർ കൃഷിഭൂമിയിലേക്ക് ജലസേചനം മെച്ചപ്പെടുത്താൻ പറ്റി. ഇതുവരെ തരിശായി കടന്ന 556 ഹെക്ടറിൽ ഇത്തവണ നമ്മൾ ഇതുവരെ അധികമായിട്ട് കൃഷി ചെയ്തു. 556 ഹെക്ടർ നെൽകൃഷി അധികമായി ചെയ്തു. അതിലൂടെ 667 ടൺ നെല്ല് അധികമായിട്ട് ഉൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞു. 1 ലക്ഷം തെങ്ങിൻ തൈയാണ് വെച്ച് പിടിപ്പിച്ചത് കഴിഞ്ഞ വർഷം. 100 കർഷകർക്ക് 100 ബെഡ് വീതം കൂൺ കൃഷി നമ്മൾ നടപ്പാക്കി. പാലക്കാട് ജില്ലയിലെ ആദ്യത്തെ ഏക കൂൺ ഗ്രാമമായിട്ട് തൃത്താല മാറി. വലിയ വരുമാനം ഉണ്ടാക്കുന്നതാണ് ഈ കൂൺ കൃഷി എന്നുള്ളത്.